നല്ല സൂപ്പർ മഴയാട്ടോ. ഈ മഴയത്ത് നമ്മൾ ഈ കപ്പയ്ക്കകത്ത് കൃഷി ചെയ്തിരുന്ന ഒരല്പം ബീൻസ് ഉണ്ടായിരുന്നു. മഴ കൂടുതലായി കഴിഞ്ഞാൽ അതെല്ലാം ചീഞ്ഞു പോകും. അതുകൊണ്ട് അത് പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല മഴയാണ്. ഇത് അകലേക്ക് നോക്കിക്കേ, നല്ല സൂപ്പർ മഞ്ഞ, കട്ട മഞ്ഞ്. മഴ കുറഞ്ഞോട്ടോ, പെട്ടെന്ന് പറിച്ചെടുക്കാം. ഇനിയും പെട്ടെന്ന് മഴ വരും. കാറ്റ്, തണുപ്പ്, മഞ്ഞ്, മഴ. നമ്മൾ ഇത്രയും പറിച്ചായിരുന്നു കേട്ടോ. എന്നാൽ വലിപ്പമായിട്ടുമില്ല, എന്നാൽ മൂക്കുകയും ചെയ്തു. ചെളിയൊക്കെ പിടിച്ചിരിക്കുക. ഇപ്പോൾ ഈ മണ്ണിൽ നിന്നും മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ തൊണ്ണം തല്ലി പോവുക എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ ബീൻസ് ദേ ഇങ്ങനെയൊക്കെ കുറേ കാഴ്ച കിടപ്പുണ്ട്. സമയം ഇപ്പോൾ അനുകൂലമല്ല. നമുക്ക് എന്തായാലും പിന്നീട് നമുക്ക് നല്ല കൃഷിയൊക്കെ ചെയ്യാവുന്നേ. ഉള്ളത് പിന്നെ പുഴുക്കേടൊന്നുമില്ല കേട്ടോ, അത് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് മൊത്തം പറിച്ചെടുക്കാം. കപ്പ കൃഷിക്കകത്തായതുകൊണ്ട് ഇടവിളയാണ്, നമുക്ക് നഷ്ടമൊന്നുമില്ല. നമുക്ക് ഒരു ബക്കറ്റ് പയർ കിട്ടി കേട്ടോ. ബക്കറ്റെന്ന് പറഞ്ഞാൽ ഒത്തിരി വലിപ്പമുള്ള ബക്കറ്റൊന്നുമല്ല ഇതല്ലേ. അപ്പോൾ ഇത് മൊത്തം ചെളി പിടിച്ചായിരിക്കണേ. ഒന്ന് കഴുകി എടുക്കണം, എങ്കിലേ കൊള്ളാവുള്ളൂ. ശരി, വീട്ടിൽ പോകാം. ഇനി കാര്യമായിട്ട് പറിക്കാനില്ല കേട്ടോ. ഒന്നാമത് കപ്പ വലുതായി, കപ്പയുടെ അടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തന്നെയല്ല, പൂവില്ലെങ്കിൽ പിന്നെ കാ പിടിക്കാൻ സാധ്യതയില്ലല്ലോ. ഏതായാലും ഒന്നും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഈ അടച്ച മഴ വന്നപ്പോൾ ഇത്രയൊക്കെ കിട്ടിയല്ലോ, കൊള്ളാം. അപ്പോൾ നമുക്കൊന്ന് കഴുകിയെടുക്കാം. ബക്കറ്റിൽ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഇട്ടോളം വേണം. ഒരു വിഷവുമില്ലാത്ത ബീൻസ് കേട്ടോ. മരുന്നൊന്നും അടിച്ചില്ല. പുഴുക്കേടൊക്കെ ഉണ്ട്. മരുന്നൊക്കെ അടിക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി വലിപ്പമായിട്ടായി കിട്ടിയേനെ. പിന്നെ കാര്യമായിട്ട് രാസവളവും ചേർത്തില്ല. ഒരല്പം ചാണകപ്പൊടി ഇട്ടാണ് കപ്പ നട്ടത്. അതിൻ്റെ ഒരു മെച്ചമുള്ളൂ. നമുക്ക് ഒരു ചാക്കിൻ്റെ പുറത്തേക്ക് വാരിയിടാം. പയ്യൊന്ന് വെള്ളം വലിഞ്ഞിട്ട് വേണം. ഈ മൺസൂൺ മഴക്കാലത്ത് നല്ല ബീൻസ് എന്ന് പറഞ്ഞാൽ വിഷമയമില്ലാത്ത ബീൻസ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണം നമ്മൾ നടത്തി വിജയിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.